അപ്പൊ ഓർമ്മിക്കണം നമ്മള്, അതായത് UDF ഭരണം വിടുന്ന സമയത്ത് 2015-16 നമ്മുടെ സഞ്ചിത കടം എത്രയായിരുന്നു? 1,53,200 കോടിയായിരുന്നു. ആ 1,53,200 കോടിയാണ് ഇപ്പോൾ വളർന്ന് എവിടെ എത്തിയിരിക്കുന്നു? അത് 4,81,997.62 കോടിയില് 4,81,997.62 കോടിയിൽ എത്തിയിരിക്കുകയാണ് ആ കടം. അതിനും മുകളിലാണ് കിഫ്ബി വഴിയും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും വാങ്ങിക്കുന്ന കടം. ഈ രണ്ട് കടം വാങ്ങൽ യന്ത്രങ്ങളെയും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതായത് കടം കൊള്ളാൻ വേണ്ടി സൃഷ്ടിച്ച പ്രത്യേക സ്കീം എന്നാണ് അതിന് പറയുന്നത്. നമസ്കാരം. ഇനി ഒരുപക്ഷെ ഒരു പുതിയ സർക്കാർ ഭരിക്കുവാൻ വരികയാണെങ്കിൽ അവർ അപാരമായ ശക്തിയും മനോബലവും തൊലിക്കെട്ടിയും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കേരളം ഭരിക്കുവാൻ കഴിയൂ. കാരണം എല്ലാ കസേരകളിലും മൂർച്ചയേറിയ പാരകൾ തറച്ചു കഴിഞ്ഞു. അതിലിരിക്കുക മാത്രമല്ല, മുൾക്കിരീടം തലയിൽ തറച്ചു രക്തമൊഴിപ്പിക്കുവാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലം മുന്നോട്ട് ഒരു പുതിയ സർക്കാർ വരികയാണെങ്കിൽ തീർച്ചയായും ഭരിക്കുവാൻ കഴിയും. ഭരണം തെറ്റിയാൽ ജനം കല്ലെറിയും. ഓർക്കുക, ശ്രദ്ധിക്കുക. 200 രൂപ ഇപ്പോഴല്ല കൂട്ടേണ്ടത്, 1,600, 1,800 ആക്കേണ്ടത് ഇപ്പോഴല്ല, ഭരണത്തിൽ വന്ന അടുത്ത മാസം തന്നെ ചെയ്യണമായിരുന്നു ഈ 1,600, 1,800 ആക്കല്. അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഗവൺമെന്റിന്റെ പ്രാപ്തിക്കനുസരിച്ച് മാറ്റം വരുത്തി നമുക്ക് വീണ്ടും സഹകരിക്കാമെന്ന്. അങ്ങനെ വരുത്താത്ത ഗവൺമെന്റ് ഇറങ്ങിപ്പോകാൻ നേരത്തെ പട്ടിക്ക് തീറ്റി എറിഞ്ഞു കൊടുക്കുന്നത് പോലെ എന്തെങ്കിലും, അതായത് എഴുന്നേറ്റവൻ അവന്റെ പാത്രത്തിൽ അവശേഷിക്കുന്നത് കൊണ്ടുപോയി നായയ്ക്ക് കൊടുക്കുന്നത് പോലെ ആണ് കൊടുത്തേച്ചു പോകുന്നത്. ഈ പറയപ്പെട്ട 200 രൂപ എറിഞ്ഞേച്ചു പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കുവാൻ ജനത്തിന് കഴിയണം. സത്യസന്ധമായ കാര്യങ്ങൾ കണ്ടെത്തി പരീക്ഷിച്ച് ജനത്തിന് അങ്ങനെ പ്രതികരിക്കുവാൻ കഴിയുമോ? അതോ ഈ സത്യസന്ധതകൾ ചൂണ്ടിക്കാട്ടി പറയുന്നവരെ ചീത്ത വിളിച്ചും ആക്ഷേപിച്ചും ആക്രമിച്ചും തരം താഴ്ത്തുമോ? ഞാനിത് പറയുവാൻ പ്രത്യേകിച്ച് കാരണം, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനുമല്ല കേട്ടോ. ഇതേപോലെ അറിവുള്ളവർ പറയുന്നവർ കേട്ട് വാസ്തവമാണെന്നൊരു ബോധ്യതയിൽ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രാഷ്ട്രീയ പൗരന്മാർക്കും ഉള്ളത് തന്നെയല്ലേ? നമസ്കാരം.